ഒട്ടി പിണങ്ങി കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഇവർക്ക് ഇവരുടെ സ്വകാര്യത കൊടുക്കാം. കുറച്ച് നേരം അവരവിടെ അങ്ങനെ സിമ്മിലിട്ടിട്ടുണ്ട്. നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കണേ. സിമ്മിൽ അവർ രണ്ടുപേരും പോയിട്ട് അവരുടെ സ്വകാര്യ നിമിഷം വന്ന് എൻജോയ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചതല്ലേ, അതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. രണ്ടുപേരും നന്നായിട്ട് കുമ്പളങ്ങ ബന്ധമെന്ന് നോക്കാനേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി വയ്ക്കാൻ മതി. ഗ്യാസ് ചിക്കൻ അതുപോലെ തന്നെ പൊട്ടിക്കാതെ ഇങ്ങനെ അമർത്തി വയ്ക്കുക. ഒന്ന് അമർത്തുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ കാമുകൻ്റെയും കാമുകയുടെയൊക്കെ നമ്മൾ ഈ അരപ്പൊഴിച്ച് കൊടുക്കാൻ പോവുകയാണ്, അവരെ കൂടുതൽ മനോഹരമാക്കാൻ. നിങ്ങളിത് തുറന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ വെക്കുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാകുന്നില്ല. കുമ്പളങ്ങയിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോഴി കുമ്പളങ്ങ എടുക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മളിനി ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു മണങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കൂട്ടിയെടുത്ത് ഇതാണ് ഈ കോഴിക്കുമ്പളങ്ങ കറിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഈ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഇതിനെ ഇമിറ്റെത്തും ആ മണം കൊണ്ട്. ഒന്നും കൂടി അവർക്ക് പ്രണയിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നുകൂടി മൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ കുറച്ച് പൊടിക്കൈകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് ഇറക്കാൻ പോകണം. നോക്കാം. ഗുമാന്നിട്ട് തിളക്കണ കണ്ടോ? ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം. വേവുള്ളത് കൊണ്ട് ചിക്കനൊക്കെ ഉടയാതെ നോക്കണം. എന്നിട്ട് നമുക്ക് ഒരു പൊടിക്കൈ ഉണ്ട്, ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കറിവേപ്പില, അരച്ചു വെച്ച നമ്മുടെ മല്ലിയില ഉണ്ട്. നമുക്കൊരു ഗാർണിഷിങ് ഫീല് കിട്ടും. അത് മാത്രമല്ല ഇതിന് കൊടുക്കുന്നൊരു ടേസ്റ്റും അതൊരു ഭയങ്കരമാണ്. ഇതിലേക്ക് മല്ലിയില വീഴുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ടല്ലോ, അതാണ്. ഒന്നൊന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം എല്ലാവിടേക്കും ചിക്കൻ മസാല ആവാൻ വേണ്ടിയിട്ടാണ്. ഇളക്കി കഴിഞ്ഞതിന് മേലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചോണം. അത് നോക്കി വേണം ചെയ്യാൻ. 1 ടീസ്പൂൺ ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു. സോ അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നിർത്താൻ പോകണം. കോഴിയും കുമ്പളങ്ങയും